MLA ഓഫീസ് അനാഥമായി കിടക്കാൻ തുടങ്ങി ഒരുപാട് ദിവസങ്ങളായി. പാലക്കാട്ടിലെ ജനങ്ങൾ എന്ത് ദ്രോഹമാണ് കോൺഗ്രസിനോട് ചെയ്തിട്ടുള്ളത്? കോൺഗ്രസിനും വേണ്ടാത്ത, യൂത്ത് കോൺഗ്രസിനും വേണ്ടാത്ത ഒരാളെ പാലക്കാട്ടിലെ ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ഒരു പരാതി പറയാൻ, ഒരു ജനങ്ങളുടെ ഒരു പ്രശ്നം പറയാൻ MLA ഓഫീസിനകത്ത് പോലും പോകാൻ വേണ്ടി കഴിയാത്ത സ്ഥിതിയിലേക്ക് ജനങ്ങൾ മാറി. അവർ പരിഭ്രാന്തരാണ്. MLA എന്നുള്ള നിലയിൽ ഞങ്ങളുടെ MLA ഞങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നതിന് പകരം അപമാനമായി മാറിയിരിക്കുകയാണ്. ആ സ്ഥിതി തുടരുന്ന ഇയാൾക്ക് എങ്ങനെയാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയുക? ഓഫീസിൽ പ്രവേശിച്ചാൽ അതൊരു ഔദ്യോഗികമായ സ്ഥാനം തന്നെയല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ തടയുമോ അല്ലെങ്കിൽ ആ പ്രതിഷേധം ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. വരട്ടെ, നമുക്ക് ആ സമയത്ത് നമുക്ക് പ്രതിഷേധം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും. പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഇപ്പോൾ വലിയ നാടകമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ നോക്കണേ, എത്ര ഗതികെട്ട ഒരവസ്ഥയിലേക്കാണ് മാറിയിട്ടുള്ളത്. ആരോപണം വരുമ്പോഴേക്കും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ ഞങ്ങൾ മാറ്റിയില്ലേ എന്നാണ് ഘോരഘോരം പ്രസംഗിച്ച് നടന്നത്. ഇന്ന് പുറത്താക്കിയ അതേ അധ്യക്ഷൻ്റെ കൂടെയാണ് ഒരു ഉളുപ്പുമില്ലാതെ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് ഗമയിൽ ഇങ്ങനെ നടന്നു വരികയാണ്. എന്ത് സന്ദേശമാണ് യൂത്ത് കോൺഗ്രസ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഒരേ സമയം എരയോടൊപ്പമാണ് എന്ന് പറയുകയും വേട്ടക്കാരന് എല്ലാവിധ സംരക്ഷണവും ഒരുക്കുന്ന ഒരു സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറിയില്ലേ? ആത്മാഭിമാനമുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസിനെ പിരിച്ചുവിടാൻ തയ്യാറാകണം. ഇതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവേണ്ടതായിട്ടുണ്ട്.